ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മെഡിക്കൽ കോളേജിനടുത്ത് അമ്മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് ഒരു പ്രോപ്പർട്ടി കാണുവാനായിട്ട് പോകുന്നത്. മെഡിക്കൽ കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോളേജായി മാറിയിരിക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ രംഗത്തും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു കോളേജിനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. 6.5 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് 700 മീറ്റർ മാത്രമാണ് ദൂരം. പഞ്ചായത്ത് റോഡാണ്, ടാറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല റെസിഡൻസ് ആയിട്ടുള്ള ഏരിയ ആണ്. അത്യാവശ്യം നല്ല വില ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മെഡിക്കൽ കോളേജ്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ ധാരാളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഡോക്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, 700 മീറ്റർ മാത്രമാണ് നമ്മുടെ ബസ് റൂട്ടിലേക്കുള്ള ദൂരം. 2.2 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടുള്ള ദൂരം. കോട്ടയം ടൗണിലോട്ട് വളരെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഏറ്റുമാനൂർ ടൗണ്, ഇതെല്ലാം വളരെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. 6 കിലോമീറ്റർ മാത്രമാണ് ഏറ്റുമാനൂർ ടൗണ് നമുക്ക് ഇവിടെ നിന്നും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വീഡിയോയിൽ കാണും. ധാരാളം മുറ്റമുള്ള ഒരു വീട് തന്നെയാണ്. ധാരാളം ചെടികളും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം തന്നെയുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമായ ഒരു മാവുണ്ട്. കണ്ടല്ലോ, നല്ല ചെടികളും എല്ലാം നല്ലതായി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. 7 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. തെങ്ങ്, അതുപോലെ തന്നെ വീടിൻ്റെ പുറകിലായിട്ടൊരു പ്ലാവ്, അതെല്ലാം ഞാൻ കാണിക്കാം. വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് അത്യാവശ്യം ചെടികളും ഒക്കെ ഉണ്ട്. നിലവിൽ ഇത് വാടകയ്ക്ക് എടുത്തേക്കുന്നതുകൊണ്ട് എനിക്ക് വീടിൻ്റെ അകം അത്ര ക്ലിയറായിട്ട് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. താമസിക്കുന്ന വീടായതുകൊണ്ട് നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അകം ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് പുറവശമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ കിണറില്ല, എന്നാൽ കിണർ കുത്താനുള്ള സ്ഥാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് തൊട്ട് അടുത്തായിട്ടുള്ള ആൾക്കാർ അവരുടെ റിലേറ്റീവ്സും അയൽക്ക ബന്ധമൊക്കെ ആയതുകൊണ്ട് തൊട്ട് താഴെയുള്ള വീട്ടിലെ കിണറാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ തൊട്ട് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന ഏരിയ ആണെങ്കിലും താഴെവശം കണ്ടമാണ്. ഇവിടെ കിണർ കുത്തിയാൽ ധാരാളം വെള്ളം ലഭിക്കുമെന്നാണ് അതിൻ്റെ ഉടമ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പുറകിലൊരു മാവും കൂടെ പുറകിലുണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലാവും ഉണ്ട്. നമ്മുടെ ബൗണ്ടറിയാണ് ഈ കാണുന്നത്. 6.5 സെൻറ്റാണ് ഞാൻ പറഞ്ഞല്ലോ, 6.5 സെൻറ്റ്. നമ്മുടെ മുറ്റമാണ്, നല്ല വിശാലമായ മുറ്റം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. പടികളൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട്, അതുപോലെ വീടിൻ്റെ അകവും ലിവിങ് ഏരിയയൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയയും ഈ കാണുന്ന ബെഡ്റൂം, അതുപോലെ തന്നെ വലതുവശത്താണ് മറ്റൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു റൂമാണ്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇതിന് അറ്റാച്ച്ഡായിട്ടുള്ള ബാത്റൂം ഇല്ല. ഇതൊരു കിച്ചണാണ്. ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഷീറ്റാണ്, ആസ്പെറ്റോസ് ഷീറ്റാണ്. എങ്കിലും നമുക്ക് നല്ലതായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തേക്കുന്നുണ്ട്. കിച്ചൻ്റെ ഏരിയ വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം അവിടെ ഇൻസൈഡ് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ടൈലൊക്കെ ഇട്ട് നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാനും മറക്കല്ല്. ഇനിയൊരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും നിങ്ങളെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.